നമസ്കാരം. ഒരൊറ്റ ഒപ്പ് കാരണം ജീവിതത്തിൽ ചിലപ്പം വലിയ നഷ്ടങ്ങൾ ചിലപ്പോൾ മനുഷ്യനുണ്ടാകും. അത്തരത്തിലുള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു കാര്യം ഞാൻ ഇതിനു മുമ്പേ സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇതേ സമാനമായ ഒരു സംഭവം ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ ഈ ഒരു കഥ പറയാമെന്ന് കരുതുന്നു. ഇത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഗൾഫിൽ ഒരു ജോലിക്കായിട്ട് വന്നപ്പോൾ പ്രതീക്ഷ പോലുള്ള ജോലി ഒന്നും എനിക്ക് കിട്ടിയില്ല. കാരണം എൻ്റെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ, പറയത്തക്ക എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. പലയിടത്തും ചോദിക്കുമ്പം അവർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മളിങ്ങനെ കളഞ്ഞു. ഏതാണ്ട് ഒരു വർഷത്തോളം ഞാൻ ജോലി ഇല്ലാതിരുന്ന് അവസാനം ഒരു മലയാളി കമ്പനിയിൽ എനിക്കൊരു ജോലി കിട്ടി. എന്നെ സംബന്ധിച്ചോളം പുതിയൊരു ഫീൽഡായിരുന്നു. എല്ലാം ഒന്നേന്ന് ഞാൻ അവിടെ നിന്ന് പഠിച്ചു. എനിക്ക് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. നല്ല വലിയ പ്രോജക്റ്റായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ പോയി. 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പല പ്രോജക്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്നെ നല്ല രീതിയിൽ അവരും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. 1-2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലൈസൻസ് എടുക്കണമെന്നുള്ളതായി, ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഗൾഫിലൊരു നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്രൈറ്റീരിയ ഒരു ഉണ്ടായിരിക്കണം, ഒരു വിസ ഉണ്ടായിരിക്കണം, പഠിത്തം ഉണ്ടായിരിക്കണം, നമുക്കൊരു ശമ്പളം ഉണ്ടായിരിക്കണം, പിന്നെ നമ്മളെ കമ്പനിയുടെ സ്പോൺസറായിട്ടുള്ള അറബി സൈൻ ചെയ്യാൻ വേണം. അപ്പം എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഈ അറബിയുടെ സൈനിൻ്റെ പേപ്പർ കിട്ടുന്നില്ല. ഞാനങ്ങനെ കമ്പനി ചോദിക്കുന്നു, കമ്പനി തരാൻ പറയുന്നല്ലാണ്ട് ഏതാണ്ടൊരു 8-9 മാസത്തോളം എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ എനിക്ക് കുറച്ച് മെഡിക്കൽ പരമായ ചില കാര്യങ്ങൾക്ക് അത്യാവശ്യമുണ്ട്. കാരണം പെട്ടെന്ന് രാത്രിയിലൊക്കെ ആശുപത്രി പോകേണ്ട ഒരു ചില കേസസ് ഉണ്ടായി പേഴ്സണലി. അപ്പോൾ ഞാനും പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് നിങ്ങൾ വണ്ടിയൊന്നും തരണ്ട, ഞാൻ വണ്ടി മേടിച്ചോളാം, എനിക്ക് ജസ്റ്റ് ആ പേപ്പർ ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ മതി, വെറുതെ ആ അറബി ഒന്ന് സൈൻ ചെയ്യുക, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും കമ്പനിയുടെ ആൾക്കാർ വന്ന് ലൈസൻസ് എടുത്ത് തരും ഒന്നും വേണ്ട, ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ കാലെ പിടിച്ചില്ലെങ്കിലും കാലെ പിടിക്കുന്ന പോലായി. അപ്പോൾ അവർ പറഞ്ഞു, അപ്പം നമുക്ക് ഈ കമ്പനിക്ക് ഒരു ഓണറുണ്ട്, ഓണർ കം മാനേജർ പൊസിഷൻ ഇരിക്കുന്നത്, മലയാളിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല ഞാൻ തരാൻ കുഴപ്പമില്ല, അത് ഞാൻ പറയാം, പക്ഷേ നീ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കോൺട്രാക്റ്റുള്ള എന്ത് കുന്തം വേണമെങ്കിലും സൈൻ ചെയ്യാൻ റെഡിയാണ്, കാരണം നമ്മുടെ അവസ്ഥ അതുപോലെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക. എന്താണ് കോൺട്രാക്റ്റ്? 5 വർഷത്തേക്ക് ഒരു കോൺട്രാക്റ്റ്, അതായത് ഈ കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലോട്ട് പോകത്തില്ല എന്നുള്ളത്. കുറേ കണ്ടീഷൻസ് ഉണ്ട്. എനിക്കിടയ്ക്ക് ശമ്പളം കൂട്ടിത്തരുന്നുണ്ട്, പിന്നെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങളുടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഫീൽഡ് വിട്ട് അതേ ഫീൽഡിലുള്ള കമ്പനിയിൽ ജോലി ചെയ്യരുതെന്നൊരു കണ്ടീഷനുണ്ട്. എനിവേ ഞാൻ സൈൻ ചെയ്തു. അപ്പോൾ എനിക്ക് സൈൻ ചെയ്യുന്നതിനോട് പറഞ്ഞാലും ധൈര്യമായിട്ട് സൈൻ ചെയ്തു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നി വയ്ക്കുമോ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊന്നും ചെയ്യത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്കങ്ങനെ എന്നെ സംബന്ധിച്ചോളം കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടുകാരെ പോലെ, നമുക്ക് ഒരു വേറൊരു അകൽച്ചയൊന്നും കാണിച്ചില്ല. ഞാനങ്ങനെ നോർമലി സൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞാൽ സൈൻ ചെയ്യുമ്പോൾ ഒരു ശമ്പള വർദ്ധന തരും, പിന്നെ ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ അടുത്തൊരു ശമ്പള വർദ്ധന തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സൈൻ ചെയ്തു. നെക്സ്റ്റ് മന്ത് തൊട്ട് പുതിയ സാലറി ഒക്കെ വന്നു. എൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമായത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുത്ത് രണ്ടാമത്തെ ശമ്പള വർദ്ധന ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല അങ്ങനെയല്ല പറഞ്ഞ്, ഒന്നെങ്കിൽ രണ്ടാമത്തെ ശമ്പള വർദ്ധന അല്ലെങ്കിൽ വണ്ടി തരുമെന്ന് പറഞ്ഞു. ഓക്കെ, എനിക്ക് വണ്ടി മതി. അങ്ങനെ കമ്പനിയുടെ തന്നെ ഒരു വണ്ടി എനിക്ക് തന്നു. ഈ വണ്ടി കിട്ടിയ അന്നോട്ട് ഞാൻ ഈ ഗൾഫ് രാജ്യം മൊത്തവും കിടന്ന് കറക്കുമായിരുന്നു. ഈ രാജ്യത്ത് മുഴുവൻ കിടന്ന് ഓട്ടമായിരുന്നു. എനിക്കതിനകത്ത് വിരോധമൊന്നുമില്ല, കമ്പനിയുടെ ആവശ്യത്തിന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ചാൾ പോയി കഴിഞ്ഞപ്പോൾ കമ്പനിയിലെ കുറച്ച് ആൾക്കാരുടെ കയ്യിലിരിപ്പ് കാരണം കമ്പനിക്ക് പല പ്രോജക്റ്റുകൾ നഷ്ടപ്പെടാൻ തുടങ്ങി. മെയിൻ്റനൻസ് ഒന്നും കിട്ടാതായി. അവസാനം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാൾക്ക് ശമ്പളം തന്നെ കൊടുക്കാൻ ബുദ്ധിമുട്ടായ രീതിയിലേക്ക് പോകുന്നു. ഒരു 6 മാസം ഒരു പണിയില്ലാതിരിക്കുക. രാവിലെ ചെല്ലുക, ചായ കുടിക്കുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, 4 മണിക്കൂർ ചായ കുടിക്കുക, തിരിച്ചു പോരുക. എവിടെയെങ്കിലും പോകാനെന്ന് പറഞ്ഞ് പോകാനൊരു പ്രൊജക്റ്റ് പോലും ഇല്ലാതായിപ്പോയി. അങ്ങനെ വന്നപ്പം ആകപ്പാടെ അങ്ങോട്ടൊരു സംസാരമായി, നിങ്ങൾ എവിടെയെങ്കിലും വേറെ ജോലിക്ക് നോക്കിക്കോ, പോകുന്നെങ്കിൽ പൊയ്ക്കോ എന്നൊക്കെ ഒരു സംസാരം വന്നപ്പോഴേ ഞാൻ ജസ്റ്റ് ആ സമയത്ത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ മാനേജറോട് എന്ന് സാറേ, ഞാൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ഞാൻ പൊയ്ക്കോട്ടെ. സാർ പറഞ്ഞ് ധൈര്യമായിട്ട് പൊയ്ക്കോ, കാരണം ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. എൻ്റെ റെസിഗ്നേഷൻ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്താ അക്സെപ്റ്റ് ചെയ്യാത്തത്? ഞാൻ 2 പ്രാവശ്യമായിട്ട് ഈ ജനറൽ മാനേജർ, ഈ മലയാളി എന്ന് പറഞ്ഞ ജനറൽ മാനേജറെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ കാണാൻ എനിക്കൊരു അവസരം തരുന്നില്ല. അവസാനം ഞാൻ പോയി മനുഷ്യനെ പോയി കണ്ടു. എന്താണ് അയാളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ 5 വർഷം കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ഏതാണ്ട് 2.25 വർഷമേ ആകുന്നുള്ളൂ. അപ്പോൾ ഞാൻ സാറേ, നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഒരു നല്ല ഓപ്പർച്യൂണിറ്റി വന്നാൽ പൊയ്ക്കോ, അതുമല്ല ഇതൊരു കോമ്പറ്റീറ്ററിലോട്ടല്ല പോകുന്നത്, ഞാനൊരു മെയിൻ കോൺട്രാക്ടറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് യാതൊരുമായ ദോഷവും ഞാൻ പോകുന്നുണ്ട് വരുന്നില്ല. പുള്ളി സമ്മതിക്കത്തില്ല. അവസാനം പുള്ളി പറഞ്ഞ് വന്നു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്താണ് ഇവിടെ ആവശ്യം പറഞ്ഞാൽ, നമുക്കറിയില്ല, ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോൾ, ഒരു കമ്പനി ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു സെറ്റിൽമെൻറ്റ് എമൗണ്ട് കിട്ടും. ഇത്ര വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിൽമെൻറ്റ് എമൗണ്ട് പുള്ളിക്ക് തരാൻ താല്പര്യമില്ല. ആ സെറ്റിൽമെൻറ്റ് എമൗണ്ട് പുള്ളിക്ക് മേടിക്കണം, കാരണം പുള്ളി ഇതിൻ്റെ പാർട്ട്ണറാണ്. അങ്ങനെ പുള്ളിയുടെ ആശയം പറഞ്ഞു, പുള്ളിക്ക് സെറ്റിൽമെൻറ്റ് എമൗണ്ട് വേണം എന്നുള്ള ഇതിലേക്ക് എത്തി. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം നാട്ടിലെ 5-5.5-6 ലക്ഷം രൂപ വരും.
ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കയ്യിൽ അത്രയും രൂപ ഇല്ല, നിങ്ങൾ വേണം സെറ്റിൽമെൻറ്റ് എമൗണ്ട് എടുത്തോ, കാരണം നിങ്ങൾ ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക, ഞാൻ ആ പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് തരാം, കാരണം എൻ്റെ അല്ലാതെ വേറെ തരാൻ എൻ്റെ ഇല്ല, എൻ്റെ നിവൃത്തി അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ഇല്ല. പുള്ളി ഓക്കെ എല്ലാം പറഞ്ഞ് ഞാനങ്ങനെ റെസിഗ്നേഷൻ കൊടുത്തു, അവർ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ആ പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തതിലും പഴയ കമ്പനിയിലെ വിസയിലാണ് നിൽക്കുന്നത്. അപ്പം അവിടെ സാധാരണ നമ്മളൊരു പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത് 1-2 മാസം കഴിയുമ്പോഴാണ് നമ്മൾ റിസൾട്ട്സൊക്കെ റിലീസ് ചെയ്ത് കിട്ടുന്നത്. അങ്ങനെ റിലീസ് ചെയ്യാനുള്ള പേപ്പറെല്ലാം റെഡിയായി, ഞാനിത് കൊണ്ട് സബ്മിറ്റ് ചെയ്തു. അപ്പം ശ്രദ്ധിക്കണം, ഈ ലാസ്റ്റ് മന്ത് സാലറി നമുക്ക് വരത്തില്ല ഒരു റിസൈൻ ചെയ്ത് പോകുമ്പോൾ, സെറ്റിൽമെൻറ്റിലാണ് വരുന്നത്. പുതിയ കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ അവിടെ 1 മാസം തികച്ചെങ്കിൽ മാത്രമേ ശമ്പളം കിട്ടത്തുള്ളൂ. ഞാൻ ആ ഒരു വളരെ ടൈറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ കമ്പനി എനിക്ക് റിലീസിൻ്റെ പേപ്പർ തന്നു, ഞാൻ ഇത് കൊണ്ടുവന്ന് എൻ്റെ പഴയ കമ്പനി കൊടുത്തു, ഇവർ റിലീസ് തരുന്നില്ല. 1 ആഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി എന്നെ പുതിയ കമ്പനി HR വിളിക്കുന്നുണ്ട്. ഞാനിവർ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഈ പറഞ്ഞ എമൗണ്ട്, അതായത് എൻ്റെ എൻ്റെ സെറ്റിൽമെൻറ്റ് തരാമെന്ന് പറഞ്ഞ എമൗണ്ട് ഞാൻ ആദ്യം കൊണ്ട് അടയ്ക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഒരു മാഡം അവിടെ ഈ സാറിന് പരമായിട്ട് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു, മാഡത്തിന് മുമ്പ് ഇന്നല്ലേ പറഞ്ഞേ സാറ് സെറ്റിൽമെൻറ്റ് എമൗണ്ട് എൻ്റെ ബാങ്കിൽ വന്ന് അത് എടുത്തു തരുമെന്ന്. അല്ലല്ല, അങ്ങനല്ല, അത് അങ്ങനെ സാറ് പറഞ്ഞാൽ ഇപ്പം അങ്ങനെയല്ല, ആദ്യം കൊണ്ട് അടച്ചെങ്കിലേ റിലീസ് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സാറ് ചിലപ്പോൾ ചിന്തിച്ച് കാണുമായിരിക്കും, അഥവാ ഈ സെറ്റിൽമെൻറ്റ് എമൗണ്ട് എൻ്റെ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ ഒന്നും പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആരെങ്കിലും എന്താ പറയുക ചാണ് വെക്കുക എന്ന് പറഞ്ഞാൽ ഇതല്ലേ. ഞാൻ പറഞ്ഞില്ല, ഒന്നാമത് ഇത് മലയാളി കമ്പനിയാണ്, അപ്പോൾ ഈ പാരവെപ്പിനൊന്നും ഒരു കുറവുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ അങ്ങനെ വല്ലതും ചെയ്തായിരിക്കും എന്ന് കരുതി ഞാൻ നിന്നു. ഇവിടുന്ന് ഉണ്ടാക്കാൻ ഈ പൈസ ഓൾറെഡി ഞാൻ പറഞ്ഞാൽ എൻ്റെ 2 മാസം ശമ്പളം എൻ്റെ ഇല്ല. ഞാൻ ഇതിനൊരു കള്ളവും പറയല്ല, 1000 രൂപ 2000 രൂപ വെച്ച് ആൾക്കാരന്ന് മേടിച്ച സമയമുണ്ട്. ചില കാര്യങ്ങൾ പണയം വെച്ചു, പാസ്പോർട്ട് വരെ, കുഞ്ഞിൻ്റെ പാസ്പോർട്ട് വരെ പണയം വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അത്ര ബുദ്ധിമുട്ടി നിന്ന് ഞാൻ അവസാനം ഈ പൈസ ഞാൻ കളക്ട് ചെയ്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് അത്ര ഒരു എമൗണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് കാണുന്നത്. ഞാൻ ആ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ ഞാനിത് കരഞ്ഞു അല്ലാണ്ട്, കാരണം ഇത് എനിക്ക് അർഹതപ്പെട്ട പൈസയാണ്. കാരണം ഞാൻ കാരണം ആ കമ്പനിക്ക് 1 രൂപയുടെ നഷ്ടം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ടാണ് എന്നോട് അങ്ങനെ ആ കമ്പനി ചെയ്തത്. എനിവേ ഞാൻ ഈ പൈസ ഉണ്ടെന്ന് ഞാൻ ആ കമ്പനി കൊണ്ട് കൊടുത്തു. ഞാൻ വളരെ വിഷമിച്ചിരിക്കുന്നത് അവിടുത്തെ നിന്ന സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ലേഡിനോട് പറഞ്ഞിട്ടാ, നീ വിഷമിക്കണ്ട, നിനക്കൊരു ദോഷവും ദൈവം വരെ വരുത്തതില്ല എന്ന് പറഞ്ഞു. എനിവേ എനിക്ക് റിലീസൊക്കെ കിട്ടി, ഞാൻ പോന്നു. ഞാൻ പറയുമായിരുന്നു, എനിക്ക് പറയാനുള്ള കാര്യം, ഈ പറയുന്ന സാറെന്ന് പറഞ്ഞ മനുഷ്യൻ തുറന്ന പുള്ളി ആത്മീയ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ 2 തവണ എൻ്റെ ഈ സാർ എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഇവരാരും വിശ്വസിക്കുന്നില്ല. ഞാൻ പിന്നെ തെളിവ് കൊടുത്തു, കണ്ടോ ഇതാണ് സാറ് ചെയ്തതെന്ന്. അപ്പോൾ അവർക്ക് വിശ്വാസമായി. അത്ര ആത്മീയമായി നിൽക്കുന്നൊരു മനുഷ്യനാണ്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന ഒരിക്കലും വിശ്വസിക്കാത്ത രീതിയിൽ വലിയ മതപ്രഭാഷണമൊക്കെ നടത്താൻ പ്രാപ്തനായൊരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു വന്നത്, അബ്ദുൽ കലാമിൻ്റെ വലിയൊരു ക്യാപ്ഷനുണ്ട്, നീ നിൻ്റെ ജോലി ഇഷ്ടപ്പെടണം, ഒരിക്കലും നിൻ്റെ കമ്പനി ഇഷ്ടപ്പെടരുത്. കാരണം നിൻ്റെ കമ്പനി നിന്നോട് ദേഷ്യപ്പെടുന്നതല്ല, നിന്നെ ഇഷ്ടപ്പെടാതെ എപ്പോഴാണെന്നുള്ളത് നീ അറിയത്തില്ല എന്നൊരു വലിയൊരു ക്യാപ്ഷനാണ്. എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമാണ്. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് ഞാൻ പഠിച്ചത്. കാരണം ഞാൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക്, ഒരു ഒപ്പിട്ട് കൊടുത്തു. ഞാൻ കമ്പനിയെ വിശ്വസിച്ച് അവർ പറഞ്ഞ് കേട്ടിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, എൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞു കേസ് കൊടുക്കാൻ പറഞ്ഞു. കാരണം ഞാൻ കേസ് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ആ പൈസ തിരിച്ച് കിട്ടിയതിനുമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഫാദറിനോട് ചോദിച്ചപ്പോൾ ഫാദർ പറഞ്ഞു, സാരമില്ല, നിനക്ക് ഗൾഫിലേക്ക് വന്നപ്പോൾ നിനക്ക് ആദ്യമായിട്ടൊരു ജോലി തന്നൊരു കമ്പനിയല്ലേ, നിനക്ക് ദോഷമായിട്ടൊന്നും വരത്തില്ല, നീ ആ പൈസ അവർക്കും കൊണ്ട് കൊടുത്തേരെ, അവർ എന്ത് വെച്ചാൽ ചെയ്തോട്ടെ, അവർ അതിനകത്ത് ലാഭം ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അതിന് ശേഷം എൻ്റെ ഒരുപാട് പൈസ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും ആ കൊടുത്ത ഒരു ഫിഗറിൻ്റെ ഒരു എമൗണ്ട്, ആ ഗൾഫിലെ എമൗണ്ട് കാണുമ്പോൾ എപ്പോഴും ഞാനിത് ഓർക്കും. ദൈവം ഇത്രയും രൂപ വെച്ചിട്ട് ഞാൻ ഇരുന്ന് കരഞ്ഞത്. ഞാൻ പറഞ്ഞേ, ഈ ഗൾഫിലോട്ടൊക്കെ വരുന്നത്, ഗൾഫെന്നല്ല ഏത് ജീവിതത്തിൽ ഇവിടെ നിന്നാലും നിങ്ങളൊരു ഒപ്പിടുമ്പം ശ്രദ്ധിച്ചു വേണം അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ അവർ പല മനുഷ്യനും പറ്റിക്കും. വാക്കുകൊണ്ട് നമ്മൾ ആൾക്കാരെ അളക്കരുത്. ഭയങ്കര ക്രൂക്കന്മാരായ ആൾക്കാരാണ്. താങ്ക് യു.